അയാളുടെ റേഞ്ച് എന്തായിരുന്നു എന്നറിയാൻ അയാളുടെ പേര് തന്നെ അധികമായിരുന്നു. ഇത്രയും സുഖലോലുപത അനുഭവിക്കാൻ സാധിച്ച ഇയാൾ എന്തുമാത്രം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലൊരു ജീവിതത്തിലേക്ക് എത്തിയതെന്ന് പറയാതെ പോകാൻ വയ്യ. നൂറുകണക്കിന് ആളുകളെ വെടിവെച്ചും അല്ലാതെയുമൊക്കെ കൊന്നയാളാണ് അയാൾ. കാര്യകാരണങ്ങൾ ഏതുമില്ലാതെ നിരപരാധികളായ വഴിപോക്കരെ പോലും വെടിവെച്ച് കൊന്നിട്ടുണ്ട്. തന്നെ എതിർക്കുന്നവരെയെല്ലാം കൊന്നു വീഴ്ത്തുക എന്നത് അയാളുടെ ഒരു ഹരമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു വേൾഡ് കപ്പിൽ തൻ്റെ പേരുള്ള ഫുട്ബോൾ താരം കൊളംബിയയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കെ അബദ്ധം കാണിച്ചതിൻ്റെ പേരിൽ തൻ്റെ പേരിനെ അയാൾ കളങ്കപ്പെടുത്തി എന്നാരോപിച്ചുകൊണ്ട് വെടിവെച്ചു കൊന്ന ഒരാൾ. കൊളംബിയൻ ഗവൺമെൻറ്റിനെ തന്നെ നിയന്ത്രിച്ച, അതല്ല ഒരു കാലത്ത് ലോകത്തെ തന്നെ നിയന്ത്രിച്ച അധോലോക നായകൻ്റെ കഥ. പാബ്ലോ എമീലിയോ എസ്കോബാർ ഗവീരിയ എന്ന ക്രിമിനലിൻ്റെ ആരും പറയപ്പെടാത്ത കഥ. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ആധുനിക ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമ്പന്നനായ ക്രിമിനലായിരുന്നു എസ്കോബാർ എന്ന പാബ്ലോ എമീലിയോ എസ്കോബാർ ഗവീരിയ എന്ന് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. $30 ബില്യൺ മൊത്തം സമ്പത്ത് എസ്കോബാറിന് അന്നുണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ. ഇന്നത്തെ കണക്കനുസരിച്ച് ഇത് ഏകദേശം 2 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വരും. കിങ് ഓഫ് കൊക്കെയിൻ അല്ലെങ്കിൽ കൊക്കെയിൻ രാജാവ് എന്നാണ് എസ്കോബാർ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് അമേരിക്കയിലെ 90% കൊക്കെയിനും അതേസമയം തന്നെ ലോകമൊട്ടാകെയുള്ള 80% കൊക്കെയിൻ വിൽപ്പനയും എസ്കോബാറിൻ്റെ കീഴിൽ കത്തി നിന്നിരുന്നു. കൊക്കെയിൻ വിൽപ്പനയിലൂടെ എസ്കോബാർ ഉണ്ടാക്കിയ സമ്പത്തിൻ്റെ കണക്ക് പറയാൻ ഈ വീഡിയോ മതിയാകാതെ വരും എന്നുള്ളത് മറ്റൊരു ഉറപ്പാണ്. ആകാശം മുട്ടെ വളരാൻ എസ്കോബാറിനെ ആ അതിസമ്പന്നത വളരെയധികം സഹായിച്ചു. അക്കാലത്ത് തന്നെ എല്ലാ ദിവസവും ഏകദേശം $6 കോടി പാബ്ലോ എസ്കോബാർ ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും എന്ന് അറിയില്ല. ആ കണക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യൻ രൂപയിൽ പറയാം. 413,77,80,000 രൂപ. പാബ്ലോ എസ്കോബാർ എന്ന ക്രൂരനും അതിശക്തനും ലോക പോലീസ് എന്ന ഊറ്റം കൊള്ളുന്ന അമേരിക്കയുടെ എക്കാലത്തെയും വലിയ തലവേദനകളിൽ ഒരാളുമായ ക്രിമിനലിൻ്റെ ഒരു ദിവസത്തെ വരുമാനമാണ് ഈ പറഞ്ഞത്. ഈ പറഞ്ഞതൊന്നും വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല. സംശയമുള്ളവർക്ക് പാബ്ലോ എസ്കോബാറിനെ പറ്റി വിക്കിപീഡിയയിലോ മറ്റോ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. പാബ്ലോ എസ്കോബാർ, മൈ ഫാദർ എന്ന അയാളുടെ പുത്രൻ്റെ പുസ്തകവും ദ അൽക്കൗണ്ടൻറ്റ് സ്റ്റോറി എന്ന എസ്കോബാറിൻ്റെ തന്നെ പ്രധാന കണക്കെഴുത്തുകാരൻ്റെ പുസ്തകവും തുടങ്ങി ധാരാളം ദൃശ്യലേഖന സംഹിതകളുടെ ആകത്തുകയാണ് ഈ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും. എത്രത്തോളം പണം തൻ്റെ കൈവശമുണ്ടെന്ന് പോലും അളക്കാനാവാത്തത്രയും പണം എസ്കോബാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പ്രതിമാസം $2,500 തൻ്റെ വരുമാനം കെട്ടിവയ്ക്കാനുള്ള റബ്ബർ ബാൻഡ് വാങ്ങാൻ മാത്രം അയാൾക്ക് ചിലവായിരുന്നത്. ഇങ്ങനെയാണ് ഇയാളെക്കുറിച്ച് ചരിത്രം പല സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പണം എവിടെ സൂക്ഷിക്കും എന്നതായിരുന്നു കൊക്കെയിൻ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ എസ്കോബാറിന് തലവേദനയായിരുന്നത്. ഇങ്ങനെ കുമിഞ്ഞുകൂടിയ പണക്കെട്ടുകൾ തകർന്ന കെട്ടിടങ്ങളിലും പാടത്തും വീടുകളുടെ ചുമരുകളിലുമൊക്കെയായിരുന്നു എസ്കോബാർ സൂക്ഷിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. ഏകദേശം $21,000 ലക്ഷം വർഷാവർഷം എലികൾക്ക് ഭക്ഷണമായും ഡാമേജ് വന്നു. പിന്നെ എവിടെയാണ് സൂക്ഷിച്ചിരുന്നതെന്ന് ഓർമ്മയില്ലാത്തതുമൂലവും എസ്കോബാറിന് നഷ്ടപ്പെടാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. $21,000 ലക്ഷം. ഇത് തന്നെ ഏകദേശം 1.5 ലക്ഷം കോടി രൂപ വരും. സത്യത്തിൽ ഇത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുന്നുണ്ട് എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. താൻ വിചാരിക്കുന്നത് എന്തും സ്വന്തമാക്കാൻ പോകുന്ന പണം അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഹിപ്പോപ്പൊട്ടാമസുകളും ജിറാഫുകളും ആനകളും മറ്റു മൃഗങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രൈവറ്റ് മൃഗശാല തന്നെ എസ്കോബാർ സ്വന്തമാക്കി വെച്ചിരുന്നു. കൊക്കെയിൻ കള്ളക്കടത്തിന് വേണ്ടി മാത്രം 2 സബ്മറൈനുകൾ സ്വന്തമായി ഉള്ളയാളായിരുന്നു ഈ എസ്കോബാർ. ഇതിനു പുറമെ സ്വന്തമായി ഹെലികോപ്റ്ററുകളും. അത്തരമൊരു ജീവിതം
നമ്മുടെ നാട്ടിലെ സിനിമകളിൽ പോലും നാം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൻ്റെ സുഖലോലുപതയെപ്പറ്റി നമുക്ക് ഊഹിക്കാൻ പോലും ആവുന്നതല്ല. കൊളംബിയയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും എസ്കോബാർ മുതിർന്നു എന്നത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ്. പിന്നീട് എസ്കോബാറും കുടുംബവും ഒളിവിൽ പോകേണ്ടി വരികയും ഇയാളെ കൊളംബിയൻ ഗവൺമെൻറ്റിൻ്റെ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ജയിൽ എസ്കോബാറിന് വേണ്ടി എസ്കോബാർ പണി കഴിപ്പിച്ച, എസ്കോബാറിൻ്റെ ആളുകൾ മാത്രം സന്ദർശകരായി വന്നുപോയിരുന്ന സുഖലോലുപതയുടെ ജയിലായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒളിവിൽ പോയിരുന്ന കാലത്ത് മകൾക്ക് സുഖമില്ലാതായപ്പോൾ $20 ലക്ഷം കത്തിച്ച് മകൾക്ക് ചൂടേകിയവനാണ് എസ്കോബാർ. നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്തവൻ. തൻ്റെ മുന്നിൽ തടസ്സമായി നിന്നവരെ മുഴുവൻ എസ്കോബാർ നിഷ്കരണം ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. അതിൽ രാഷ്ട്രീയക്കാരും ജേർണലിസ്റ്റുകളും സമൂഹത്തിലെ ഉന്നതരും സാധാരണ ജനങ്ങളും എല്ലാവരും ഉൾപ്പെടും. രാജ്യത്തെ ഓരോ പോലീസുകാരുടെയും തലയ്ക്ക് വില പറഞ്ഞ എസ്കോബാർ കൊലയാളികൾക്ക് വലിയ തുകകൾ ഓഫർ ചെയ്തുകൊണ്ടിരുന്നു. ഏതാണ്ട് 600 പേരെയാണ് ഇത്തരത്തിൽ എസ്കോബാർ വകവരുത്തിയതെന്നാണ് കണക്കുകൾ. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എസ്കോബാർ 1991 കീഴടങ്ങിയെങ്കിലും വ്യവസ്ഥകൾ പ്രകാരം സ്വന്തം ആഡംബര ഗൃഹത്തിൽ തന്നെയാണ് ജീവിച്ചതെന്ന് നാം പറഞ്ഞിരുന്നു. കൂട്ടിന് കാവലായി തൻ്റെ തന്നെ എന്തിനും പോന്ന ക്രിമിനലുകളും. അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ സാമ്രാജ്യം എസ്കോബാർ നിയന്ത്രിച്ചു. ഇത് തിരിച്ചറിഞ്ഞ സർക്കാർ എസ്കോബാറിനെ മറ്റൊരു ജയിലിലേക്ക് മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും നീക്കം മുൻകൂട്ടി അറിഞ്ഞ എസ്കോബാർ ആ ജയിലിൽ നിന്നും വിദഗ്ധമായി രക്ഷപ്പെട്ടു. അതിനുശേഷം രാജ്യത്ത് നടത്തിയ പല വലിയ ബോംബ് സ്ഫോടനങ്ങളായി 100 കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ടു. ഇതോടുകൂടി ഏത് വിധേനയും എസ്കോബാറിനെ ഇല്ലാതാക്കുവാൻ സർക്കാർ സമ്മർദ്ദത്തിലായി. ആശയവിനിമയം പോലും വളരെ വിദഗ്ധമായി നടത്തിയിരുന്ന ബുദ്ധിമാനായ എസ്കോബാറിനെ കുടുക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഒടുവിൽ UN സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡിൻ്റെ സഹായത്തോടെ കൊളംബിയൻ സ്പെഷ്യലിസ്റ്റ് പോലീസ് ഫോഴ്സായ സെർച്ച് ബ്ലാക്ക് നടത്തിയ 16 മാസത്തെ തിരച്ചിലിനൊടുവിൽ 1993 ഡിസംബർ 2 എസ്കോബാറിൻ്റെ രഹസ്യ സങ്കേതം വളയുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ ക്രിമിനലിൻ്റെ അന്ത്യം അവിടെ അങ്ങനെ നടന്നു. എസ്കോബാർ തൻ്റെ ഭാര്യയെയും മക്കളെയും ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. ഈ സ്നേഹം തന്നെയാണ് അയാളുടെ അന്ത്യത്തിന് കാരണമായതും. എവിടെയായാലും അയാൾ കുടുംബവുമായി ബന്ധപ്പെടുമെന്ന് സേനയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു. കൊളംബിയൻ സെർച്ച് ബ്ലാക്കുകളുടെ മൂക്കിന് തുമ്പത്തുകൂടി വിലസി നടന്ന എസ്കോബാറിനെ കണ്ടെത്താൻ ഏതാണ്ട് 16 മാസം വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അയാൾ എത്രമാത്രം ബുദ്ധിമാനായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അതിവിദഗ്ധമായി ഫോണുകൾ ഉപയോഗിച്ചിരുന്ന എസ്കോബാറിൻ്റെ കോൾ ട്രേസ് ചെയ്യുവാൻ ബുദ്ധിമുട്ടായതിനാൽ US-ന്റെ സഹായത്തോടെ 10,000 ശബ്ദങ്ങളുടെ ഇടയിൽ നിന്നും അയാളുടെ ശബ്ദം മാത്രം തിരഞ്ഞു കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു വോയിസ് റെക്കഗ്നിഷൻ സിസ്റ്റം ഉപയോഗിച്ച് വായുമാർഗവും കരമാർഗവും ഒരുമിച്ച് നടത്തിയ തിരച്ചിലിനൊടുവിൽ മകനോട് നടത്തിയ നീണ്ട സംഭാഷണം പിന്തുടർന്ന് എസ്കോബാറിനെ അങ്ങനെ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ എസ്കോബാറിൻ്റെ കീഴിലുണ്ടായിരുന്ന സമ്പത്തെല്ലാം പിന്നീട് എവിടെ പോയി? നമ്മുടെ നാട്ടിലെ വീരപ്പനെ പിടികൂടിയ ശേഷം കോടിക്കണക്കിന് വരുന്ന വീരപ്പൻ്റെ സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ സാധിക്കാതെ വന്നതുപോലെ എസ്കോബാറിൻ്റെ കീഴിലുണ്ടായിരുന്ന എണ്ണിയാലൊടുങ്ങാത്ത പണം പിന്നീട് എവിടെ പോയി എന്ന് വാസ്തവത്തിൽ കണക്കാക്കാൻ ഇന്നും പറ്റിയിട്ടില്ല. ആർക്കും അറിയില്ല, അല്ലെങ്കിൽ ആർക്കൊക്കെയോ അറിയാമായിരുന്നു എന്ന് വേണം കരുതാൻ. $100 മില്യൺ കൊളംബിയൻ ഗവൺമെൻറ് കണ്ടെത്തിയിരുന്നു. എന്നാൽ എസ്കോബാറിൻ്റെ സമ്പത്ത് കണക്കിലെടുത്താൽ കണ്ടെത്തപ്പെട്ട ഈ സമ്പത്ത് ഒന്നുമല്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാലും ഏകദേശം $1 ബില്യൺ അടുത്ത് വരുന്ന എസ്കോബാറിൻ്റെ സ്വത്തുക്കൾ എവിടെ പോയെന്ന് ഇന്നും ഉത്തരമില്ല. ഫൈൻഡിങ് എസ്കോബാർ മില്യൺസ് എന്ന പേരിൽ ഡിസ്കവറി ചാനൽ 2017 ഒരു ഡോക്യുമെൻ്ററി ഇറക്കിയിരുന്നു. കൊളംബിയയിലെ മുൻ ഇൻ്റലിജൻസ് ഓഫീസർമാരായിരുന്ന 2 പേരുടെ അഭിമുഖം ആ ഡോക്യുമെൻ്ററിയിലൂടെ ഡിസ്കവറി ചാനൽ പുറത്തുവിട്ടിരുന്നു. സ്വത്തുക്കളെക്കുറിച്ച് ഇവർക്ക് പറയാനുള്ളതൊന്നും മറ്റൊന്നല്ല. എസ്കോബാറിൻ്റെ സമ്പത്തെല്ലാം കുഴിച്ചു മൂടപ്പെട്ടവയാണ് എന്നാണ് ലോകം വിശ്വസിക്കുന്നത്. ഇങ്ങനെ വിശ്വസിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എസ്കോബാർ കൊന്നുതള്ളിയ ചിലരുടെ ശവം കീറിമുറിച്ച് അതിനകത്ത് പണം നിറച്ച് കുഴിച്ചിരുന്നു എന്ന് അക്കാലത്തെ എസ്കോബാറിൻ്റെ അക്കൗണ്ടന്റ് വെളിപ്പെടുത്തിയതായിരുന്നു. എസ്കോബാറിൻ്റെ മരണശേഷം ദ അക്കൗണ്ടന്റ് സ്റ്റോറി എന്ന പേരിൽ പുറത്തിറക്കിയ അയാളുടെ പുസ്തകത്തിൽ ഏറ്റവും വലിയ തലവേദന പണം ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു എന്നും
അതിനായി പലതരം രീതികൾ തങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്നും ഇയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പത്തായം പോലെയുള്ള സ്റ്റോറേജ് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സ്റ്റോറേജ് പ്ലേസുകൾ പോലെയുള്ള സ്ഥലങ്ങളായിരുന്നു പ്രധാനമായും പണം കുഴിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം $5 മില്യൺ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. എന്നാൽ ഇത്തരം സ്ഥലങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു സംസാരവും ഈ പുസ്തകത്തിലും ഇല്ലായിരുന്നു. ഇത് ഇപ്പോഴും കണ്ടെത്താൻ കഴിയാതെ നിഗൂഢമായി ഇന്നും തുടരുന്നു.